നാഷണലിസം ഇൻ ഇന്ത്യ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നാഷണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദേശീയത, നാഷണലിസം. വാട്ട് ഈസ് നാഷണലിസം? എന്താണ് നാഷണലിസം? Nationalism is the unity among the people of a country irrespective of caste, creed, color, sex, religion, place of birth, language, etc. ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം, യൂണിറ്റി, അതാണ് ദേശീയത എന്ന് പറയുന്നത്. നാഷണലിസം ഈസ് ദ യൂണിറ്റി. Nationalism is the unity among the people of a country irrespective of caste, creed, color, sex, place of birth, religion, language, etc. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നിൻ്റെയും വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ നിൽക്കുന്നതിനെയാണ്, യൂണിറ്റിയോടെ കഴിയുന്നതിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. There are two types of nationalism. Nationalism രണ്ട് തരത്തിലുണ്ട്. One is aggressive nationalism and another one is defensive nationalism. ആക്രമണപരമായ ദേശീയതയും പ്രതിരോധപരമായ ദേശീയതയും. അങ്ങനെ ദേശീയതയെ രണ്ടായി തരംതിരിക്കാം: അഗ്രസീവ് നാഷണലിസം ആൻഡ് ഡിഫെൻസീവ് നാഷണലിസം. The nationalism that emerged in European countries ഈസ് നോൺ ആസ് അഗ്രസീവ് നാഷണലിസം. യൂറോപ്യൻ രാജ്യങ്ങളിൽ എമർജ് ചെയ്ത നാഷണലിസത്തെ നമുക്ക് ആക്രമണപരമായ ദേശീയത എന്ന് വിളിക്കാം. മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂറോപ്പിലെ ഓരോ രാജ്യത്തിലെയും ജനങ്ങൾക്കിടയിൽ യൂണിറ്റി ഉണ്ടായത്. അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി അല്ല, മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ദേശീയത ഉണ്ടായത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എമർജ് ചെയ്ത നാഷണലിസത്തെ, ഉടലെടുത്ത ദേശീയതയെ അഗ്രസീവ് നാഷണലിസം എന്ന് വിളിക്കാം. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ യൂണിറ്റി ഉണ്ടായത് വിദേശികളുടെ ഭരണത്തിനെതിരെയാണ്, വിദേശികളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, വിദേശ ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉടലെടുത്ത ദേശീയതയെ ഡിഫെൻസീവ് നാഷണലിസം എന്ന് വിളിക്കാം. പ്രതിരോധപരമായ ദേശീയത, ആക്രമണപരമായ ദേശീയതയും പ്രതിരോധപരമായ ദേശീയതയും. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി among the people of a country irrespective of religion, caste, creed, color, sex, place of birth, language, etc. Nationalism is the sense of unity among the people of a country irrespective of religion, caste, creed, color, sex, place of birth, language, region, etc. There are two types of nationalism: aggressive nationalism and defensive nationalism. Aggressive nationalism emerged in European countries and defensive nationalism emerged in Asian and African countries. Modern nationalism emerged in Europe. ആധുനിക ദേശീയത ഉടലെടുത്തത് യൂറോപ്പിലാണ്. മോഡേൺ നാഷണലിസം ദാറ്റ് എമർജ്ഡ് ഇൻ യൂറോപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ എമർജ് ചെയ്ത നാഷണലിസം ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The modern nationalism that emerged in Europe is associated or connected with the formation of nation states. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത ദേശീയത ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോഡേൺ നാഷണലിസം എമർജ്ഡ് ഇൻ യൂറോപ്പ്. മോഡേൺ നാഷണലിസം എമർജ്ഡ് ഇൻ യൂറോപ്പ്. The nationalism that emerged in Europe is associated with or connected with the formation of nation states. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത ആധുനിക ദേശീയത ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Modern nationalism emerged in Europe. The nationalism that emerged in Europe is associated with the formation of nation states. As a result of nationalism, new symbols and icons were adopted and new songs and ideas formed. നാഷണലിസത്തിൻ്റെ ഫലമായി പുതിയ സിംബൽസും ഐക്കൺസും, പുതിയ അടയാളങ്ങളും മുദ്രകളും സ്വീകരിക്കപ്പെട്ടു.
പുതിയ ദേശഭക്തി ഗാനങ്ങൾ രചിക്കപ്പെട്ടു. ഇതെല്ലാം നാഷണലിസത്തിൻ്റെ ഭാഗമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് മോഡേൺ നാഷണലിസം എമർജ് ചെയ്തത്. മോഡേൺ നാഷണലിസം എമർജ്ഡ് ഇൻ യൂറോപ്പ്. The nationalism that emerged in Europe is associated with the formation of nation states. As a result of nationalism, new symbols, new icons and new songs were adopted. In India, as in Vietnam and many other colonies, the growth of nationalism is intimately connected to anti-colonial movement. ഇന്ത്യയിലും വിയറ്റ്നാമിനെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും, ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഉടലെടുത്ത നാഷണലിസം ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള സമരം, കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട ദേശീയതയാണ് ഇന്ത്യയിലും വിയറ്റ്നാമിലും ഉടലെടുത്തത്. ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണ്ടായ ദേശീയത ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ നാഷണലിസം ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് വിയറ്റ്നാം ഈസ് associated with anti-colonial movement. The nationalism that emerged in European countries is associated with formation of nation states. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത ദേശീയത ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലും വിയറ്റ്നാമിലും ഉണ്ടായ ദേശീയത ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലും വിയറ്റ്നാമിലും ഉടലെടുത്ത ദേശീയത. The Congress under the leadership of Mahatma Gandhi tried to form these groups together with the one group. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ ഒത്തൊരുമയോടെ നിലനിർത്തിയത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നെക്സ്റ്റ്, ദ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ഇന്ത്യ. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ റിസൾട്ട് എന്തായിരുന്നു, പ്രതിഫലനം എന്തായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധം, ദ ഫസ്റ്റ് വേൾഡ് വാർ ബിഗാൻ ഇൻ 1914 ആൻഡ് എൻഡഡ് ഇൻ 1918. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്, 1918 അവസാനിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? The First World War created a new economic and political situation in India. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം സൃഷ്ടിച്ചു. The First World War created a new economic and political situation in India. ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു? പോയിന്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ്, ദ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് എ ന്യൂ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് എ ന്യൂ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. The First World War led to huge increase in the defense expenditure of the British government, which was financed by war loans and increasing taxes. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ചു. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്നാൽ ആയുധങ്ങൾ വാങ്ങാൻ ചിലവാക്കുന്ന പണമാണ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ചു. ധാരാളം ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി ധാരാളം പണം ചിലവാക്കേണ്ടി വന്നു അന്ന് ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. The First World War led to huge increase in the defense expenditure, which were financed by war loans. യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം ലോണുകൾ എടുക്കേണ്ടി വന്നു അന്ന് ഇന്ത്യ ഭരിച്ച ഗവൺമെൻറ്. ആൻഡ് ഇൻക്രീസിങ് ടാക്സസ് വർദ്ധിപ്പിച്ചു. കസ്റ്റംസ് ഡ്യൂട്ടീസ് വെയർ റൈസ്ഡ്. അങ്ങനെ അന്ന് സർക്കാരിൻ്റെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പ്രതിരോധ ചെലവ് വർദ്ധിച്ചതോടുകൂടി നികുതി വർദ്ധിപ്പിച്ചു. ടാക്സസ് ഇൻക്രീസ്ഡ്. കസ്റ്റംസ് ഡ്യൂട്ടീസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ്ഡ്. കസ്റ്റംസ് ഡ്യൂട്ടീസ് റൈസ്ഡ്. കസ്റ്റംസ് ഡ്യൂട്ടീസ് വർദ്ധിപ്പിച്ചു. ഇൻകം ടാക്സ്, ആദായ നികുതി ഏർപ്പെടുത്തി. ആൻഡ് പ്രൈസസ് ഇൻക്രീസ്ഡ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 1913 ആൻഡ് 1918 ഡ്യൂ ടു ദ വാർ.
ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ 1913 ആൻഡ് 1918. 1913-നും 1918-നും ഇടയ്ക്കുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. ആൻഡ് വില്ലേജസ് വെയർ കോൾഡ് അപ്പോൺ ടു സപ്ലൈ സോൾജേഴ്സ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ഭരണാധികാരികളോട് അല്ലെങ്കിൽ ഗ്രാമങ്ങളോട് പട്ടാളക്കാരെ സപ്ലൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. വില്ലേജസ് വെയർ കാൾഡ് അപ്പോൺ ടു സപ്ലൈ സോൾജേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ് കോസ്ഡ് വൈഡ് സ്പ്രെഡ് ആങ്കർ. അന്ന് ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തത് ജനങ്ങളുടെ എതിർപ്പിന്, ശത്രുതയ്ക്ക് കാരണമായി. ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തത് ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമായി. ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ് കോസ്ഡ് വൈഡ് സ്പ്രെഡ് ആങ്കർ ആൻഡ് ക്രോപ്പ് ഫെയിലുവർ റിസൾട്ടഡ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഫുഡ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ഇന്ത്യ there arise crop failure resulted in acute shortage of food. വിള പരാജയം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ക്രോപ്പ് ഫെയിലുവർ ഉണ്ടായി, വിള പരാജയം ഉണ്ടായി. അത് രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. ക്രോപ്പ് ഫെയിലുവർ റിസൾട്ടഡ് ഇൻ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഫുഡ്. 12 to 13 million people were perished due to famines and epidemics. ഇന്ത്യയിൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ 12 മില്യൺ മുതൽ 13 മില്യൺ വരെയുള്ള ജനങ്ങൾ, 12 മുതൽ 13 മില്യൺ ജനങ്ങൾ മരണപ്പെട്ടു. ക്ഷാമവും പകർച്ചവ്യാധികളും കാരണം 12 മുതൽ 13 മില്യൺ ജനങ്ങളാണ് ഇന്ത്യയിൽ മരണപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ഇന്ത്യ. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? ദ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് എ ന്യൂ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. It led to a huge increase in the defense expenditure of the British government, which was financed by war loans and increasing taxes. Customs duties were raised and income tax introduced. Prices increased between 1913 and 1918. Villagers were called upon to supply soldiers. Forced recruitment in rural areas caused widespread anger. Crop failure resulted in acute shortage of food. 12 to 13 million people perished due to famines and epidemics. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ്. മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക ഇൻ 1915 ജാനുവരി. 1915 ജാനുവരി മാസത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നത് ഗുജറാത്തി വ്യവസായിയായ ദാദാ അബ്ദുള്ളയുടെ അഡ്വക്കേറ്റായിട്ടാണ്. ദാദാ അബ്ദുള്ളയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയി. അവിടെ നിലനിന്നിരുന്ന റേസിസ്റ്റ് റൂളിനെതിരെ, വംശീയ ഭരണത്തിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു. സൗത്ത് ആഫ്രിക്ക നിലനിന്നിരുന്ന നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന സമ്പ്രദായം അപ്പാർത്തീഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ that prevailed in South Africa is known as apartheid. Gandhiji fight against apartheid in South Africa. He returned to India in 1915 January. 1915 ജാനുവരി മാസത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. Satyagraha is a novel or new method of mass agitation started by Mahatma Gandhi against the British. ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധി ആരംഭിച്ച ഒരു പുതിയ ബഹുജന സമരമാർഗമാണ് സത്യാഗ്രഹം.
സത്യാഗ്രഹ ഈസ് എ നോവൽ. നോവൽ മീൻസ് ന്യൂ. നോവൽ എന്ന വാക്കിന് രണ്ട് മീനിങ് ഉണ്ട്. ഫിക്ഷൻ, ഫിക്ഷൻ എന്നാൽ നാം വായിക്കുന്ന നോവലാണ് ഫിക്ഷൻ. നോവൽ എന്ന വേർഡിൻ്റെ മറ്റൊരു മീനിങ് ആണ് ന്യൂ. സത്യാഗ്രഹ ഈസ് എ നോവൽ or new method of mass agitation started by മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആരംഭിച്ച ഒരു പുതിയ സമരമാർഗമാണ് സത്യാഗ്രഹം. The idea of satyagraha emphasized the power of truth. സത്യാഗ്രഹം എന്ന ആശയം സത്യത്തിൻ്റെ ശക്തിയാണ്. സത്യത്തിൻ്റെ ശക്തിക്കാണ് സത്യാഗ്രഹം പ്രാധാന്യം നൽകുന്നു. സത്യാഗ്രഹം എന്നത് സത്യത്തിൻ്റെ ശക്തിയാണ്. ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ എംഫസൈസ്ഡ് ദ പവർ ഓഫ് ട്രൂത്ത് ആൻഡ് ദ നീഡ് ടു സെർച്ച് ഫോർ ട്രൂത്ത്. സത്യത്തിൻ്റെ ശക്തിയും സത്യം അന്വേഷിക്കുന്നതിൻ്റെ ആവശ്യകതയുമാണ് സത്യാഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ്, സത്യാഗ്രഹം പറയുന്ന ഇതാണ്, ഇഫ് ദ കോസ് വാസ് ട്രൂ, if the struggle was against injustice, then physical force was not necessary to fight the oppressor. ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ, അനീതിക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ, സത്യത്തിനും അനീതിക്കും എതിരെയാണ് സമരം ചെയ്യുന്നതെങ്കിൽ, ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ, എതിരാളിയെ പരാജയപ്പെടുത്താൻ ഫിസിക്കൽ ഫോഴ്സ് വേണ്ട, ശരീരത്തിൻ്റെ ശക്തി വേണ്ട. ശരീരശക്തി കൊണ്ട്, ഫിസിക്കൽ ഫോഴ്സ് കൊണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്തേണ്ട കാര്യമില്ല. ഫൈറ്റ്, സമരം സത്യത്തിന് വേണ്ടിയും അനീതിക്കുമെതിരെയാണെങ്കിൽ, സമരം ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്, ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത് സത്യത്തിന് വേണ്ടിയും അനീതിക്കെതിരെയും ആണെങ്കിൽ എതിരാളിയെ പരാജയപ്പെടുത്താൻ ഫിസിക്കൽ ഫോഴ്സ് വേണ്ട. ഇതാണ് സത്യാഗ്രഹത്തിൻ്റെ ഒരു മെയിൻ ഐഡിയ. ദ സത്യാഗ്രഹി കുഡ് വിൻ ദ ബാറ്റിൽ ത്രൂ നോൺ വയലൻസ് ഓർ അഹിംസ. സത്യാഗ്രഹി വിജയം നേടേണ്ടത് നോൺ വയലൻസിലൂടെ അല്ലെങ്കിൽ അഹിംസയിലൂടെയാണ്. എതിരാളിയെ മർദ്ദിച്ചുകൊണ്ടോ എതിരാളിയെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടോ അല്ല സത്യാഗ്രഹി വിജയിക്കേണ്ടത്. സത്യാഗ്രഹി കുഡ് വിൻ ദ ബാറ്റിൽ ത്രൂ നോൺ വയലൻസ്, അക്രമരാഹിത്യം ഓർ അഹിംസ. അഹിംസയിലൂടെ അല്ലെങ്കിൽ അക്രമരാഹിത്യത്തിലൂടെയാണ് സത്യാഗ്രഹി വിജയം നേടേണ്ടത്. സത്യാഗ്രഹം ഇസ് പാസീവ് റെസിസ്റ്റൻസ്. സത്യാഗ്രഹം എന്നത് പാസീവ് റെസിസ്റ്റൻസ് ആണ്. എതിരാളിയെ ശാരീരികമായി എതിരാളിയെ തടയേണ്ടത്, റെസിസ്റ്റ് ചെയ്യേണ്ടത്, പ്രതിരോധിക്കേണ്ടത് ശരീരം കൊണ്ടല്ല അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല. സത്യാഗ്രഹം എന്നത് പാസീവ് റെസിസ്റ്റൻസ് ആണ്, ആക്റ്റീവ് റെസിസ്റ്റൻസ് അല്ല. ശരീരശക്തി കൊണ്ട് എതിരാളിയെ പരാജയപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത്. സത്യാഗ്രഹ ഈസ് നോട്ട് ഫിസിക്കൽ ഫോഴ്സ്. സത്യാഗ്രഹം എന്നത് ശരീരത്തിൻ്റെ ശക്തിയല്ല, ഫിസിക്കൽ ഫോഴ്സ് അല്ല. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ ശക്തിയാണ്, സോൾ ഫോഴ്സാണ്, ആത്മാവിൻ്റെ ശക്തിയാണ് സത്യാഗ്രഹം. അല്ലാതെ ബോഡിയുടെ ഫോഴ്സ് അല്ല, ഫിസിക്കൽ ഫോഴ്സ് അല്ല, ശരീരത്തിൻ്റെ ശക്തിയല്ല സത്യാഗ്രഹം. അത് സോളിൻ്റെ ഫോഴ്സാണ്, ആത്മാവിൻ്റെ ഫോഴ്സാണ്. സത്യാഗ്രഹ ഈസ് നോട്ട് ഫിസിക്കൽ ഫോഴ്സ്, ഇറ്റ് ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. ഇറ്റ് ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. സത്യാഗ്രഹ ഈസ് പ്യുവർ സോൾ ഫോഴ്സ്, ആത്മാവിൻ്റെ ശക്തിയാണ് സത്യാഗ്രഹം. എ സത്യാഗ്രഹി ഡിഡ് നോട്ട് ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ ദി അഡ്വേഴ്സറി. ഒരു സത്യാഗ്രഹി ഒരിക്കലും തൻ്റെ എതിരാളിയെ വേദനിപ്പിക്കാൻ പാടില്ല. എ സത്യാഗ്രഹി ഡസ് നോട്ട് ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ ദി അഡ്വേഴ്സറി. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ഒപ്പോണൻ്റ്. തൻ്റെ എതിരാളിയെ വേദനിപ്പിക്കാൻ പാടില്ല. എതിരാളിയെ വേദനിപ്പിച്ചുകൊണ്ടല്ല സത്യാഗ്രഹി വിജയം നേടേണ്ടത്. സത്യാഗ്രഹ is a novel method of mass agitation started by Mahatma Gandhi. The idea of satyagraha emphasized the power of truth and the need to search for truth. The idea of satyagraha emphasized the power of truth and the need to search for truth. The idea of satyagraha emphasized the power of truth and the need to search for truth. It suggested that Satyagraha suggested that if the cause was true,
If the struggle was against injustice, physical force was not necessary to fight the oppressor. Satyagraha suggested that if the cause was true, if the struggle was against injustice, സത്യത്തിനും അനീതിക്കും വേണ്ടിയാണ് സത്യത്തിന് വേണ്ടിയും അനീതിക്കെതിരെയും ആണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ എതിരാളിയെ തോൽപ്പിക്കാൻ ഫിസിക്കൽ ഫോഴ്സ് വേണ്ട. സത്യാഗ്രഹ ഈസ് നോട്ട് ഫിസിക്കൽ ഫോഴ്സ്, ഇറ്റ് ഈസ് soul force, it is pure soul force. Satyagraha is not physical force, it is pure soul force. A satyagrahi could win the battle through non-violence or ahimsa. സത്യാഗ്രഹി നോൺ വയലൻസിലൂടെ അല്ലെങ്കിൽ അഹിംസയിലൂടെയാണ് വിജയം നേടേണ്ടത്. സത്യാഗ്രഹ ഈസ് നോട്ട് എ ഫിസിക്കൽ ഫോഴ്സ്, ഇറ്റ് ഈസ് ഫോഴ്സ് ഓഫ് ദ സോൾ ഓർ ഇറ്റ് ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. സത്യാഗ്രഹം എന്നത് ആത്മാവിൻ്റെ ശക്തിയാണ്. എ സത്യാഗ്രഹി ഡസ് നോട്ട് ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ ദി അഡ്വേഴ്സറി. എ സത്യാഗ്രഹി ഡസ് നോട്ട് ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ ദി അഡ്വേഴ്സറി. ഒരു സത്യാഗ്രഹിയായ മനുഷ്യൻ തൻ്റെ എതിരാളിയെ വേദനിപ്പിക്കാൻ പാടില്ല. എതിരാളിയെ വേദനിപ്പിച്ചുകൊണ്ടല്ല സത്യാഗ്രഹി വിജയം നേടേണ്ടത്. സത്യാഗ്രഹം എന്നത് ഫിസിക്കൽ ഫോഴ്സ് അല്ല, ഇറ്റ് ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. അത് ആത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പുതിയ സമര രീതിയാണ് സത്യാഗ്രഹം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ മഹാത്മാഗാന്ധി ആരംഭിച്ച പുതിയ സമരമാർഗമാണ് സത്യാഗ്രഹം. The first regional struggle conducted by Gandhiji in India was ചമ്പാരൻ സത്യാഗ്രഹ. ഇന്ത്യയിലെത്തിയ മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ പ്രാദേശിക സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹ. In 1916 Mahatma Gandhi successfully organized satyagraha movements in various places. In 1916 he traveled to the Champaran in Bihar. ബീഹാറിലെ ഒരു ജില്ലയാണ് ചമ്പാരൻ. ചമ്പാരൻ ഈസ് ദ നെയിം ഓഫ് എ ഡിസ്ട്രിക്റ്റ് ഇൻ ബീഹാർ. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലത്തോട്ടങ്ങളിലെ ഇൻഡിഗോ ഈസ് ആൻ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് യൂസ്ഡ് ഫോർ ഡൈയിങ് ക്ലോത്ത്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ്. കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തുണികൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാന്റാണ് ഇൻഡിഗോ. ബീഹാറിലെ ചമ്പാരനിലെ ഇൻഡിഗോ പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ സ്ട്രൈക്കിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്ന. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ റീജിയണൽ സ്ട്രഗിളാണ് ചമ്പാരൻ സത്യാഗ്രഹ. 1916 1916 ആണ് നിങ്ങൾ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നെങ്കിലും മറ്റ് ടെസ്റ്റുകളിലൊക്കെ 1917 എന്നാണ്. 1916 ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ റീജിയണൽ സ്ട്രഗിളാണ്. ദ ഫസ്റ്റ് റീജിയണൽ സ്ട്രഗിൾ കണ്ടക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ് ചമ്പാരൻ സത്യാഗ്രഹ. ആൻഡ് ദെൻ ഇൻ 1917 he organized a satyagraha to support the peasant in Kheda district in Gujarat. ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ പെസന്റ് സ്ട്രഗിളിലും ഗാന്ധിജി പങ്കെടുത്തു. ഗുജറാത്തിലെ ഖേദ is the name of a district in Gujarat. Champaran is the name of a district in Bihar. ബീഹാർ സംസ്ഥാനത്തിലെ ഒരു ജില്ലയുടെ പേരാണ് ചമ്പാരൻ. ചമ്പാരനിലെ ഇൻഡിഗോ പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ സ്ട്രൈക്കിന് ഗാന്ധിജി നേതൃത്വം നൽകി. അതിനുശേഷം ഗുജറാത്തിലെ ഒരു ജില്ലയായ ഖേദയിലെ കർഷക സമരത്തിന് പെസന്റ് സ്ട്രഗിളിനും ഗാന്ധിജി നേതൃത്വം നൽകി. He participated ദ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക്. പിന്നീട് അഹമ്മദാബാദിൽ ഗുജറാത്തിലെ തന്നെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലും ഗാന്ധിജി പങ്കെടുത്തു. ഗാന്ധിജി ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ റീജിയണൽ സ്ട്രഗിൾ ചമ്പാരൻ സത്യാഗ്രഹമാണ്. പിന്നീട് ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക് മുതലായ സമരങ്ങളിലും അദ്ദേഹം നേതൃത്വം നൽകി.